കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ജി കമ്പനി ഗഡ്കരിയെ ഒതുക്കാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഥനോൾ പദ്ധതിയെ തന്നെ ഉന്നം വെച്ചാണ് നീക്കങ്ങൾ നടക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിയെ നാഗ്പൂരിൽ തോൽപ്പിക്കാൻ അമിത്ഷായുടെ ടീം പരമാവധി ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായാണ് 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്ന ഗഡ്കരിക്ക് ഇത്തവണ അത് 1.25 ലക്ഷത്തിലേക്ക് താഴ്ന്നുപോയത്. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഗഡ്കരിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മോദിക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിലും RSSന്റെ കടുത്ത സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം വീണ്ടും മന്ത്രിയായത്. ഗഡ്കരിയുടെ മക്കളായ നിഖിലും സാരനും നടത്തുന്ന കമ്പനികൾ എഥനോൾ ഉൽപാദന രംഗത്താണ് പ്രവർത്തിക്കുന്നത്. മക്കളുടെ ഈ കച്ചവടം പച്ചപിടിപ്പിക്കാനാണ് ഗഡ്കരി പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതിക്കായി വാശി പിടിക്കുന്നത് എന്ന ആരോപണം ഇപ്പോൾ BJPക്കുള്ളിൽ തന്നെ ശക്തമാണ്. ഒരു കേന്ദ്രമന്ത്രി എന്നതിലുപരി തന്റെ മക്കളുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡിനെ പോലെയാണ് ഗഡ്കരി പ്രവർത്തിക്കുന്നതെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. പെട്രോളിന്റെ വില കുറയുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചാണ് ഈ എഥനോൾ ബ്ലെൻഡിംഗ് കൊണ്ടുവന്നത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുമ്പോഴും ഇന്ത്യയിൽ മാത്രം വില കുറയാത്ത അവസ്ഥയാണ്. ഇതിനു പുറമെ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറിലാകുന്നുവെന്നും മൈലേജ് കുറയുന്നുവെന്നുമുള്ള വ്യാപക പരാതികൾ വാഹന ഉടമകൾക്കിടയിലുണ്ട്. ഈ സാഹചര്യം കൃത്യമായി മുതലെടുത്താണ് അമിത്ഷായുടെ വലം കൈയായ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഗഡ്കരിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എഥനോൾ പ്ലാന്റുകൾ വലിയ രീതിയിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടെന്നും അത് വായുവിൽ ഗ്രൗണ്ട് ലെവൽ ഓസോൺ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുമാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ കണ്ടെത്തൽ. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളെയും ശ്വാസം മുട്ടിക്കുന്ന പുകമഞ്ഞ് വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എഥനോൾ പ്ലാന്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഭൂപേന്ദ്ര യാദവ് ഹരിയാന സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ യോഗത്തിലെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിവിടെ ചേർക്കുന്നു. अभी तो इतना एथेनॉल हो गया है कि सब घाटे में तो इसका हमको घाटा कम करना है। टारगेट तो 11 लाख टन शायद था, पूरा 16 लाख। बस ये देखो, हमने जो पीसी दे रखी है उसमें केवल 27% का ही यूटिलाइजेशन, 673 का तो है ही नहीं यूटिलाइजेशन। पेट्रोलियम मंत्री ने खुद ने माना। हाँ, पार्लियामेंट में बोलो ना, पुलिस साहब ने स्टेटमेंट दिया है 3 दिन पहले कि वी हैव अचीव द टारगेट लिमिट, सब एक्स्ट्रा बियॉन्ड जा चुके हैं। सेम फील का क्वेश्चन था। हाँ हाँ, ഈ വീഡിയോയിൽ എഥനോൾ പ്ലാന്റുകൾ നിലവിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭൂപേന്ദ്ര യാദവ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എഥനോൾ ഉൽപാദനം ഇപ്പോൾ ഒട്ടും ലാഭകരമല്ലെന്നും പല പ്ലാന്റുകളും കടുത്ത പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. മാത്രമല്ല, ഈ പദ്ധതിക്കായി അനുവദിച്ച തുകയുടെ വെറും 27% മാത്രമേ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ എന്നും ബാക്കി 73% ഫലപ്രദമായി ഉപയോഗിച്ചിട്ടില്ലെന്നും ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നുണ്ട്. ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്ന് മന്ത്രി പാർലമെന്റിൽ അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം ഇതിന് വിരുദ്ധമാണെന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി കസേര ഒഴിയുകയാണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSS മേധാവി മോഹൻ ഭാഗവത് ഉയർത്തിക്കാട്ടുന്നത് ഗഡ്കരിയാണ്. ആ ഒരു സാധ്യത ഇല്ലാതാക്കാൻ ഗഡ്കരിയെ അഴിമതിയുടെയും പരിസ്ഥിതി ആഘാതത്തിന്റെയും പേരിൽ പുകച്ചു പുറത്തു ചാടിക്കാനാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. ഈ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിതിൻ ഗഡ്കരിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ആ സൗഹൃദ സംഭാഷണം നടന്നത്. വയനാടിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയം ചോദിച്ചിട്ട് നൽകുന്നില്ല എന്ന പ്രിയങ്കയുടെ പരാതിക്ക് അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും തന്നെ കാണാൻ വരാമെന്നായിരുന്നു ഗഡ്കരിയുടെ മറുപടി. തുടർന്ന് ഗഡ്കരിയുടെ ഓഫീസിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് അദ്ദേഹം സ്വന്തമായി പാകം ചെയ്ത ഭക്ഷണമാണ് വിളമ്പിയത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന 6 പ്രധാന റോഡ് പദ്ധതികളെക്കുറിച്ചും വയനാട് ചുരത്തിന് ബദലായുള്ള പാത ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും വിശദമായി സംസാരിച്ചു. ചില പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്നതാണെന്നും മറ്റുള്ളവ പരിശോധിക്കുമെന്നും ഗഡ്കരി പ്രിയങ്കയ്ക്ക് ഉറപ്പ് നൽകി. എന്നാൽ ഈ നീക്കങ്ങളെ രാഷ്ട്രീയ ലോകം കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. പ്രിയങ്ക ഗാന്ധിയുമായുള്ള ഈ സൗഹൃദം പുതുക്കലും മോദി ഷാ കൂട്ടുകെട്ടുമായുള്ള പരസ്യമായ അകൽച്ചയും ഗഡ്കരിയുടെ ഒരു പുതിയ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെ സൂചനയാണോ എന്ന സംശയം ശക്തമാണ്. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ദേശീയ നേതൃത്വത്തിൽ നിന്ന് പതിയെ വിട്ടുനിൽക്കാനും തന്റേതായ ഒരു സ്വതന്ത്ര ഇടം കണ്ടെത്താനും ശ്രമിക്കുകയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മോദിക്കും അമിത്ഷായ്ക്കും ബദലായി നിൽക്കാൻ RSS ഗഡ്കരിയെ സജ്ജനാക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയൊരു പ്രതിപക്ഷ സ്വീകാര്യത ഭാവിയിൽ നിർണായകമായേക്കാം. എഥനോൾ പദ്ധതിയിൽ വൻ അഴിമതി നടക്കുന്നുണ്ടെന്നും അത് സാധാരണക്കാരന്റെ വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുണ്ടെന്നും ഇതിനോടകം തന്നെ ജനങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട്.
പരിസ്ഥിതി മലിനീകരണത്തിന്റെ പേരിൽ ഈ പ്ലാന്റുകൾ പൂട്ടാൻ ഉത്തരവിട്ടാൽ അത് ഗഡ്കരിയുടെ കുടുംബ ബിസിനസിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും ദോഷകരമായി ബാധിക്കും. ഗഡ്കരിയെ വെട്ടിയൊതുക്കാൻ കിട്ടിയ ഏറ്റവും നല്ല ആയുധമായാണ് ജി കമ്പനി ഇപ്പോൾ ഇതിനെ കാണുന്നത്. RSS പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും മന്ത്രിസഭയ്ക്കുള്ളിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഗഡ്കരിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം പാളയത്തിലെ ഈ പടയൊരുക്കം ഗഡ്കരി എങ്ങനെ നേരിടുമെന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ നേരിടുന്നതിനേക്കാൾ വലിയ പോരാട്ടമാണ് ഗഡ്കരിക്ക് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടി വരുന്നത്. തന്റെ മേൽ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങളെയും പാർട്ടിയിലെ ഒറ്റപ്പെടുത്തലുകളെയും മറികടക്കാൻ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കളുമായുള്ള ഈ പുതിയ സമവാക്യങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.